നമസ്കാരം. ഇന്നലെ നരേന്ദ്രമോദിയും അതേപോലെ രാഹുൽ ഗാന്ധിയും പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കള്ളനല്ല, പെരുങ്കള്ളനാണ്, തട്ടിപ്പുകാരനായ മാഫിയ തലവനാണ് എന്ന് അവർ രണ്ടുപേരും പ്രഖ്യാപിച്ചു. ഇന്നലെ നരേന്ദ്രമോദി പ്രസംഗിച്ചെന്ന് നമുക്ക് കേട്ടു നോക്കാം. इस कोऑपरेटिव स्कैम के पीड़ितों को भरोसा देता हूं कि उनका पैसा वापस दिलाने में भाजपा और मेरी सरकार कोई कसर बाकी नहीं छोड़ी जाएगी। आरोपियों ने सीधे मुख्यमंत्री और उनकी बेटी तक को रिश्वत दिए जाने की बात स्वीकार की है। इस केस की जांच ना हो, इसके लिए केरला सरकार पूरी ताकत लगा रही है। കേട്ടല്ലോ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായുള്ള കാര്യങ്ങളിൽ പണം തട്ടിയവർക്കൊക്കെ തന്നെ പണം തിരിച്ചു വാങ്ങിക്കൊടുക്കും. അതിൽ കൃത്യമായി തട്ടിപ്പ് നടത്തിയവരെല്ലാം അകത്താക്കും. ഇതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മാസപ്പടി വിവാദം, അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. മാസപ്പടി വിവാദത്തിൽ കൃത്യമായി നടപടി ഉണ്ടാകും. മുഖ്യമന്ത്രിയും കുടുംബവും മഹാകള്ളന്മാരാണെന്ന് അദ്ദേഹം ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇതോടൊപ്പമാണ് നമ്മുടെ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി എന്ന് എല്ലാവരും പറയുന്ന, മോദി അല്ലെങ്കിൽ അടുത്ത പ്രധാനമന്ത്രി എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. My question is, why is the BJP not attacking the Chief Minister of Kerala? Why are they not taking away his house, taking away his chief ministership? Why is the Chief Minister of Kerala attacking me 24/7? I am very happy for him to attack me, but he should also spend a little bit of time attacking the BJP and Mr. Modi and the RSS. കേട്ടല്ലോ, പിണറായി വിജയനും എതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? ഇന്ത്യയിലെ മറ്റു മുഖ്യമന്ത്രിമാർക്കെതിരെ എൻഫോഴ്സ്മെന്റ് നടപടിയെടുക്കുമ്പോൾ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാവാതെ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സംരക്ഷിക്കുന്നത്? കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, എന്നെ, അതായത് രാഹുൽ ഗാന്ധിയെ ചീത്ത പറയാൻ മാത്രം വാ തുറക്കുന്ന പിണറായി വിജയൻ എന്താണ് നരേന്ദ്രമോദിയെക്കുറിച്ചും അതേപോലെ അമിത്ഷായെക്കുറിച്ചും മിണ്ടാത്തത്? ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെയാണ് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി പറയുന്നത്, പിണറായി വിജയനും അതായത് ഇടതുപക്ഷ മുന്നണിയും BJPയും തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിലുപരിയായിട്ടുള്ള ഒരു കാര്യം, വളരെ സത്യസന്ധമായ കാര്യം, ഞാനാണ് കേരളത്തിൽ പിണറായി വിജയനെക്കുറിച്ച് ആദ്യമായി വെട്ടിപ്പൊട്ടിച്ചത്. 2005 ഫെബ്രുവരി ലക്കത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് ലാവ്ലിൻ കേസിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തുവിട്ടത്. അന്നാണ് എൻ്റെ ക്രൈമിൻ്റെ ഓഫീസ് കത്തിച്ചതും നമ്മുടെ പിണറായി വിജയൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ കത്തിച്ചതും എൻ്റെ ഓഫീസിൽ നിന്ന് ലാവ്ലിൻ കേസിൻ്റെയും കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെയും രേഖകൾ കടത്തിക്കൊണ്ടുപോയതും. അങ്ങനെയുള്ള പിണറായി വിജയൻ പിന്നീട് കണ്ടത് അദ്ദേഹം പല കേസുകളിലും കുടുങ്ങും. ഞാൻ ഫൈറ്റ് ചെയ്ത കേസുകളിലെല്ലാം തന്നെ അദ്ദേഹം കുടുങ്ങിയെങ്കിലും അദ്ദേഹം വളരെ വിദഗ്ധമായി കേസുകളെല്ലാം അട്ടിമറിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെയാണ് 2016 അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ പണം കൊടുത്തിട്ടാണ് ജഡ്ജിമാരെ സ്വാധീനിച്ച് കേസ് അട്ടിമറിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അതിനുശേഷം ഉണ്ടായിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, ലാവ്ലിൻ കേസിന് ശേഷം സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കേസ്, ഇതേപോലെ നമ്മുടെ ലൈഫ് മിഷൻ തട്ടിപ്പ്, ഏറ്റവും അവസാനം മാസപ്പടി വിവാദം വരെ, AI ക്യാമറ തുടങ്ങി എല്ലാ കേസുകളിലും പിണറായി വിജയനെ തൊടാൻ പോലും, ചോദ്യം ചെയ്യാൻ പോലും ഇതുവരെ ധൈര്യം കാണിക്കാത്ത കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ പിണറായി വിജയനെതിരെ കാട്ടുകള്ളനാണെന്നും ആ കുടുംബം മുഴുവൻ തിരുട്ട് കുടുംബമാണെന്നും അതായത് കൊള്ളക്കാരുടെ സങ്കേതമാണെന്നും കൃത്യമായി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെയല്ലേ ക്രൈം ഓരോ തവണയും പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോൾ ക്രൈം പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എൻ്റെ പിണറായി വിജയ, ഇതിലപ്പുറം പോയി തൂങ്ങിച്ചാവുന്നതല്ലേ നല്ലത്? ഇന്ത്യയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും കൃത്യമായി വിളിച്ചു പറയുന്നു, പിണറായി വിജയൻ കള്ളനാണ്, തട്ടിപ്പുകാരനാണ്, മാഫിയ തലവനാണെന്ന് പറഞ്ഞത്. ഇതുതന്നെയാണ് ഞാൻ തുടങ്ങി വെച്ചത്. ഇന്ന് കേരളത്തിലെ എല്ലാ ദൃശ്യ മാധ്യമങ്ങളും ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് പ്രധാനമന്ത്രിയും അതേപോലെ രാഹുൽ ഗാന്ധിയും ഏറ്റെടുത്തിരിക്കുന്നു. ഒറ്റ ചോദ്യമുള്ളൂ, എന്നാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്?
ഈ ഇലക്ഷനിൽ പിണറായി വിജയനോട് പറഞ്ഞിട്ടുള്ള വാണിംഗ് പ്രകാരം, മുന്നറിയിപ്പ് പ്രകാരം, ധാരണ പ്രകാരം പറഞ്ഞിട്ടുള്ള 6 സീറ്റുകളിൽ BJP വിജയിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും പിണറായി വിജയനെയും മകളെയും ഭാര്യയെയും മകനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. പിന്നെ ഓരോരുത്തരായി അറസ്റ്റായിരിക്കും. ആദ്യം മകളെ ആയിരിക്കും അറസ്റ്റ് ചെയ്യുക, പിന്നെ ഭാര്യയായിരിക്കും അറസ്റ്റ് ചെയ്യുക, പിന്നെ മകനെ ആയിരിക്കും അറസ്റ്റ് ചെയ്യുക, പിന്നെ പിണറായി വിജയനെയും. അങ്ങനെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി അതോടുകൂടി അവസാനിക്കും. കൂടാതെ ഇവിടെ കുറേ തട്ടിപ്പുകാരുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ. കുറേ നേതാക്കന്മാരുണ്ട്. ശ്രീരാമകൃഷ്ണൻ, മുമ്പത്തെ സ്പീക്കർ, കള്ളുകുടിയൻ, പെണ്ണുപിടിയൻ, അദ്ദേഹവും വളരെ കൃത്യമായി അറസ്റ്റിലാകും. പിന്നെയോ നമ്മളെ തിരുവനന്തപുരത്തൊരു മന്ത്രിയുണ്ട്. ആരാണ്? കടകംപള്ളി സുരേന്ദ്രൻ, കാട്ടുകള്ളൻ കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രനും അതേപോലെ പത്തനംതിട്ട സ്ഥാനാർത്ഥിയായി എൻഫോഴ്സ്മെൻറ്റിനെ വെല്ലുവിളിക്കുന്ന തോമസ് ഐസക്കും ഇവരൊക്കെ തന്നെ അറസ്റ്റിലാക്കും. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി ഈ പരിപൂർണമായി നശിപ്പിച്ചിട്ടേ പിണറായി ഇവിടുന്ന് പോകുകയുള്ളൂ. ഞാൻ അറസ്റ്റ് ചെയ്യുകയാണ്, ഞാൻ ജയിലിലാവുകയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയും തകരട്ടെ, അങ്ങനെ ഈ പ്രസ്ഥാനം തകരട്ടെ, എനിക്ക് ശേഷം പ്രളയം എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ നിശ്ചയം. അത് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നതും. നന്ദി, നമസ്കാരം.